ദേശീയപാത നിർമ്മാണവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മൾ ദിവസം പ്രതി വാർത്തകളിലൂടെ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ, ആ പെൺകുട്ടി ഇത്രയും ആഴത്തിലുള്ള ഒരു കുഴിയിലേക്ക് ചെന്ന് വീഴുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടിക്ക് മറ്റൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹാനികരമായിട്ട് ബാധിക്കാതിരുന്നത് എന്തോ ഒരു ഭാഗ്യത്തിനെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇത്രയും ഇതുപോലുള്ള റോഡ് പണികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇതുപോലുള്ള കുഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും ഒരു ബോർഡ് സ്ഥാപിക്കുക, ഇവിടെ ഈ കുഴിയുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു സൂചന കൊടുക്കാൻ പറ്റുന്നതാണ്. അതിലപ്പുറത്തേക്ക് റോഡ് പണി ചെയ്യുന്ന ആൾക്കാർ ഇതുപോലുള്ള കുഴികൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ കുഴികൾ കണ്ടിട്ടും അത് മൂടുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സൂചനാ ബോർഡ് വെക്കുകയോ ഒന്നും ചെയ്യാതെ സാധാരണക്കാരുടെ ജീവൻ ഒരു വിലയും കൊടുക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആരാണോ ആ റോഡ് പണി ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ അതിൻ്റെ കോൺട്രാക്ടർ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുള്ളതെന്ന് പറയുന്നത്. കാരണം എന്ത് വിശ്വസിച്ചാണ് ഈ പറയുന്ന കാൽനട യാത്രക്കാരായാലും അല്ലെങ്കിൽ ബൈക്കുകളിലും മറ്റും പോകുന്ന ആൾക്കാരായാലും ഇനി കാറിൽ പോകുന്ന ആൾക്കാരായാലും എത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ വാർത്തകളാണ് ഇപ്പം ദിനം പ്രതി ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ, കുഴികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ബാരിക്കേഡ് വെക്കുക, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സൂചന ബോർഡുകൾ സ്ഥാപിക്കുക. ഇതൊരു പ്രാഥമിക കർത്തവ്യമാണ്. ഇത് ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.